നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. ഇന്നത്തെ റബ്ബർ വിലകളാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതായത് 10/8/2026 തിങ്കളാഴ്ചത്തെ റബ്ബർ വിലകൾ. റബ്ബർ വിലകൾ എല്ലാ ദിവസവും മുടങ്ങാതെ രാവിലെ 9 മണിക്ക് കൃത്യസമയത്ത് തന്നെ ഈ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അലി പട്ടത്ത് നിലമ്പൂർ എടക്കരയിൽ ഇപ്പോഴും മഴ തുടർന്നുകൊണ്ടിരിക്കുന്നു. പ്ലാസ്റ്റിക് ഇട്ട റബ്ബർ പോലും വെട്ടാൻ സാധിക്കാത്ത ഒരവസ്ഥയാണ് എന്ന് അവിടുന്ന് അറിയിച്ചിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം 2 ദിവസമായിട്ട് ടാപ്പിങ്ങിനായിട്ട് ഇറങ്ങിയിട്ട് ടാപ്പിംഗ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഇപ്പോൾ ഈ കമൻറ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിരിക്കുന്നത്. വേറൊരാൾ കമൻറ്റിലൂടെ അറിയിച്ചിരിക്കുന്നത് റബ്ബറിന് കിലോയ്ക്ക് 400 രൂപയായാൽ പോലും സാധനം കിട്ടാത്തൊരവസ്ഥയാണ്. ഉൽപ്പാദനം വളരെ കുറവാണ്. ഇല കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അടുപ്പിച്ച് പെയ്യുന്ന മഴ നമ്മുടെ റബ്ബറിന് ദോഷം തന്നെയാണ്. റബ്ബറിൻ്റെ ഇല കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ കർക്കിടക മാസം കഴിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ചിങ്ങമാസത്തിലായിരുന്നു ഈ മഴയെങ്കിൽ റബ്ബറിന് ഉൽപ്പാദനം വർദ്ധിച്ചേനെ. നിലമ്പൂർ സോമൻ കാരാട് വളരെയേറെ സന്തോഷത്തിലാണ്. കാരണം വണ്ടൂർ ഭാഗങ്ങളിൽ ഇന്നലെ നല്ല വെയിലായിരുന്നു, നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണെന്നാണ് അവിടുന്ന് അറിയിച്ചിരിക്കുന്നത്. വളരെയേറെ സന്തോഷം. അക്സ തോമസ് 2 കമൻറ്റാണ് അയച്ചിരിക്കുന്നത്. ഡിയർ മനോജ്, യു ആർ റിയലി സപ്പോർട്ടിംഗ് ഫാർമേഴ്സ്, കീപ് ഇറ്റ് അപ്പ്. അടുത്ത മെസ്സേജ്, യുവർ ഇൻഫർമേഷൻ ആർ റിയലി സപ്പോർട്ടിംഗ് ഫാർമേഴ്സ്, ഐ ലിസൺ എവറി ഡേ യുവർ പ്രസൻറ്റേഷൻ എന്നാണ് അറിയിച്ചിരിക്കുന്നത്. പത്തനാട് ഭയങ്കര കാറ്റും മഴയും, വെട്ട് നടക്കുന്നില്ല, മഴ കാരണം ടാപ്പിംഗ് കൊല്ലത്ത് നടക്കുന്നില്ല എന്നാണ് ഒരാൾ കമൻറ്റിലൂടെ അറിയിച്ചിരിക്കുന്നത്. എൻ്റെ വീടും കൊല്ലം ജില്ലയിൽ പുനലൂരാണ്. അപ്പോൾ കൊല്ലത്ത് ഭയങ്കര മഴയാണെന്നുള്ളതും എനിക്കറിയാവുന്ന ഒരു കാര്യമാണ്. വേറൊരാൾ നമ്മളോട് കമൻറ്റിലൂടെ ചോദിച്ചിരിക്കുന്നത് രാസവളം വിതറിയിടുന്നതാണോ നല്ലത് അതോ കരിയില മാറ്റിയിട്ട് അല്ലെങ്കിൽ വിതറിയിട്ട് ചപ്പുചവറുകൾ ഇടുന്നതാണോ നല്ലതെന്ന് ചോദിച്ചു. പക്ഷേ രാസവളം വിതറിയിടുന്നത് അത്ര നല്ലതല്ല. കാരണം നമ്മുടെ തോട്ടം വൃത്തിയാണെങ്കിൽ വാരി ഇടുന്നതിന് കുഴപ്പമില്ല. അതല്ലെങ്കിൽ പുല്ലൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മേളിൽ കഴിഞ്ഞാൽ പുല്ല് വളരാനും കൂടെ സാധ്യതയാവുന്നുണ്ട്. ഫോൺ നമ്പർ പലരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ നല്ലത് നിങ്ങളുടെ ഫോൺ നമ്പർ ഇവിടെ പോസ്റ്റ് ചെയ്യുക. ഇനി നമുക്ക് ഒട്ടും സമയം കളയാനില്ല. ഇന്നത്തെ റബ്ബർ വില നോക്കാം. റബ്ബർ ബോർഡ് വില കോട്ടയം RSS4 1 കിലോയ്ക്ക് 284 രൂപ, RSS5ന് 281 രൂപ, ISNR 20ക്ക് 256 രൂപ, ലാറ്റക്സ് 60%ന് 200 രൂപ 75 പൈസ, ലൂസ് 273 രൂപ, ലോട്ടിന് 257 രൂപ മുതൽ 262 രൂപ വരെയും, 80% DRC ഒട്ടുപാലിന് 191 രൂപ, 60% DRC ഒട്ടുപാലിന് 143 രൂപ 25 പൈസ. ഇതാണ് കോട്ടയത്തെ വിലകൾ. ഇനി നമുക്ക് കൊച്ചിയിലെ വിലകൾ നോക്കാം. RSS4 1 കിലോയ്ക്ക് 284 രൂപ, RSS5ന് 281 രൂപ. ഇതാണ് കൊച്ചിയിലെ വിലകൾ. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം. വ്യാപാരി വില കോട്ടയം RSS4 1 കിലോയ്ക്ക് 276 രൂപ, RSS5ന് 273 രൂപ, ISS 246 രൂപ 50 പൈസ മുതൽ 247 രൂപ വരെയും, ഒട്ടുപാലിൻ്റെ വ്യാപാരി വില 161 രൂപ മുതൽ 173 രൂപ വരെയും. ഇനി നമുക്ക് ലാറ്റക്സിൻ്റെ വ്യാപാരി വില നോക്കാം. ഫീൽഡ് ലാറ്റക്സ് 287 രൂപ, 25% DRC ഉള്ള 200 ലിറ്റർ കൊള്ളുന്ന പാലിന് 14,350 രൂപ, 30% DRC ഉള്ളതിന് 17,220 രൂപ, 35% DRC ഉള്ളതിന് 20,090 രൂപ. ഇനി നമുക്ക് കർണാടകയിലെ വില നോക്കാം. RSS3ക്ക് 1 കിലോയ്ക്ക് 281 രൂപ 50 പൈസ, RSS4ന് 281 രൂപ, 5ന് 276 രൂപ, ലോട്ടിന് 256 രൂപ, ഒട്ടുപാൽ 173 രൂപ വരെയും. ഇതാണ് ഇന്നത്തെ റബ്ബറിൻ്റെ വിലകൾ. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് സാധനങ്ങളുടെ വില നോക്കാം. തേങ്ങ 1 കിലോയ്ക്ക് 50 രൂപ മുതൽ 60 രൂപ വരെയും, കൊക്കോ ഉണങ്ങിയതിന് 310 രൂപ, വെളിച്ചെണ്ണ തയ്യാർ 255 രൂപ, വെളിച്ചെണ്ണ മില്ലിംഗ് 260 രൂപ, കൊപ്ര എടുത്തപ്പടി 166 രൂപ, അടയ്ക്ക പുതിയ തുരിയിലേക്ക് 360 രൂപ, അടയ്ക്ക പഴയ തുരിയിലേക്ക് 360 രൂപ, കാഞ്ഞിരക്കുരു 1850 രൂപ, കയർ നേരിയത് 5300 രൂപ, ജാതിക തൊണ്ടൻ 300 രൂപ, ജാതിപത്രി ചൂപ്പ് 1400 രൂപ, ജാതിപത്രി ചൂപ്പ് സെക്കൻഡ് 350 രൂപ, ജാതിപത്രി മഞ്ഞ 1600 രൂപ, ജാതിപത്രി ഫ്ലവർ ചൂപ്പ് 1800 രൂപ മുതൽ 1900 വരെയും, ജാതിപത്രി ഫ്ലവർ മഞ്ഞ 2000 രൂപ മുതൽ 2100 രൂപ വരെയും, ഗ്രാമ്പു 800 രൂപ, നാടൻ 940 രൂപ, ജാതിക തൊണ്ടില്ലാതെ പുതിയത് 550 രൂപ മുതൽ 600 രൂപ വരെയും, ജാതിക തൊണ്ടില്ലാതെ പഴയത് 300 രൂപ, സെക്കൻഡ് 160 രൂപ, പിണ്ണാക്ക് എസ്പെല്ലാർ 37 രൂപ, റോട്ടറി 38 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 1 കിലോയ്ക്ക് 694 രൂപ, കുരുമുളക് പുതിയ തൊലിയിലേക്ക് 684 രൂപ, കുരുമുളക് ഗാർബിൾഡ് 1 കിലോയ്ക്ക് 714 രൂപ, ചുക്ക് ബെസ്റ്റ് 360 രൂപ, മഞ്ഞൾ സേലം 200 രൂപ, വാഴക്കുളം പൈനാപ്പിൾ പച്ച സ്പെഷ്യൽ ഗ്രേഡ് 48 രൂപ, പച്ച 46 രൂപ, പഴം 53 രൂപ, കാപ്പിപ്പരിപ്പ് കിൻഡൽ 38,000 രൂപ, ഉണ്ടച്ചക്ക 54 കിലോ 11,800 രൂപ, കുരുമുളക് വയനാടൻ 700 രൂപ, ചേട്ടൻ 690 രൂപ, ഇഞ്ചിച്ചക്ക 60 കിലോ 5,500 രൂപ, ഏലം മുളക്ക കിലോ 3000 രൂപ മുതൽ 4000 രൂപ, നെല്ലി കിൻഡൽ 2,600 രൂപ, നേന്ത്രക്കായ കിൻഡൽ 4,300 രൂപ. ഇതാണ് ഇന്നത്തെ വിലകൾ. ഇതോടുകൂടി വീഡിയോ പൂർണ്ണമാകുന്നു. മറ്റൊരു വീഡിയോ ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.